ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2016 ഒരു ഗണിതശാസ്ത്രപരമായിട്ട് കൊലപാതകം കണ്ടുപിടിക്കുന്ന ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇത് യദർ മീ എന്നാണ് ഈ മൂവിയുടെ പേര്. അപ്പോൾ കണക്ക് വെച്ചിട്ട് ഒരു കൊലയാളിയെ ഇതിലെ ഹീറോ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതെങ്ങനെയാണെന്ന് തല പുകഞ്ഞ് ഹീറോയോടൊപ്പം തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള ഒരു ലൈക്കും ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. കഥയുടെ തുടക്കത്തിൽ 1987 ഇപ്പോൾ ഒരു വീട് കാണിക്കുന്നു. ആ വീട്ടിലുള്ള ചെറിയ പെൺകുട്ടിക്ക് 10 വയസ്സായതുകൊണ്ട് തന്നെ അവളുടെ ബർത്ത്ഡേ ആഘോഷം നടക്കുകയാണ്. അപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ മുത്തശ്ശൻ അവളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു ഗ്രീക്ക് ഫിലോസഫർ ഉണ്ട്, അയാളെ പറ്റിയുള്ളൊരു കാര്യം ആ പെൺകുട്ടിയോട് പറഞ്ഞിട്ട് അവളുടെ കഴുത്തിലേക്ക് ഒരു പെൻഡന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനി വളർന്നു വലുതാകുമ്പോഴത്തേക്കും യഥാർത്ഥ സ്നേഹം നീ ആരിലാണോ കാണുന്നത് ആ ഒരാൾക്ക് നീ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെൻഡന്റും അവളുടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ മറ്റൊരു ക്ലബില് ഒരു ലേഡി തന്റെ 30ാമത്തെ ജന്മദിനം ആഘോഷിക്കാൻ പോവാണ്. അപ്പൊ അവളുടെ കഴുത്തില് ആ മുത്തശ്ശൻ കൊടുത്ത അതേ പെൻഡന്റ് അപ്പോൾ തന്റെ സുഹൃത്തുക്കളോടൊപ്പം ആ ക്ലബിൽ വെച്ച് തന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ നല്ലതുപോലെ തന്നെ ആഘോഷിച്ച്. അപ്പൊ ആ പെണ്ണിന്റെ പേര് ക്ലിയോ എന്നാണ്. അപ്പോൾ ക്ലിയോയുടെ ബോയ് ഫ്രണ്ട് അതേപോലെ തന്നെ അവന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ എല്ലാവരും ആ ക്ലബിലുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിയുന്നതും ആ ബോയ് ഫ്രണ്ട് ക്ലിയോട് പറയും, നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞ് അവളെ വെളിയിലേക്ക് കൊണ്ടുവന്നു. വേറൊന്നല്ല, അവളെ പ്രപ്പോസ് ചെയ്യാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ കാര്യം അവളുടെ 2 സുഹൃത്തുക്കൾക്ക് അറിയാം, പക്ഷെ അവൾക്കറിയത്തില്ല. അങ്ങനെ അവളെ വെളിയിലേക്ക് കൊണ്ടുവന്ന് ആ ബോയ് ഫ്രണ്ടിന്റെ ബൈക്ക് ഉണ്ട് അവിടെ വന്നിരുന്നിട്ട് ക്ലിയോനെ അവൻ പ്രപ്പോസ് ചെയ്യുന്നതും അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ട് അവളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്നതും പെട്ടെന്ന് രണ്ടുപേർക്കും ആ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് വന്ന് ആ ബൈക്കിൽ വെച്ചിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാർ പുറകിലൂടെ വന്ന് ഇവർ ഇടിച്ചൊക്കെ തെറിപ്പിക്കുന്നു. അങ്ങനെ ആ സീൻ കട്ട് ചെയ്ത് അടുത്തത് കാണിക്കുന്നത് ഡിസംബർ 31, 2015. അന്ന് വൈകുന്നേരം ഒരു യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. ഹീറോ ഒരു ക്രിമിനോളജി പ്രൊഫസറാണ്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഹീറോ നേരെ പോകുന്നത് ഒരു ഹോസ്പിറ്റലിലേക്ക്. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് ഹീറോയുടെ അച്ഛൻ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ഒരുപാട് വർഷമായിട്ട് കോമയിൽ കിടക്കാണ്. അതുകൊണ്ട് തന്റെ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ ഹീറോയുടെ ഒരു രീതി ഇതാണ്, തന്റെ ജോബ്, അച്ഛനെ നോക്കാനായിട്ട് ആശുപത്രിയിലേക്ക് വരുന്നു, അത് കഴിഞ്ഞ് വീട്. ഇതാണ് ഡെയിലി ഉള്ള ഒരു റൊട്ടീൻ. അപ്പോൾ തന്റെ അച്ഛന് നല്ല മാറ്റം വരണമെന്ന് ഹീറോയ്ക്ക് ആഗ്രഹമുണ്ട്. ഹീറോ തന്റെ അച്ഛനെ ഇത്രയും സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നേഴ്സായിട്ടുള്ള സോഫിയയ്ക്ക് ഹീറോയോട് കുറച്ച് ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ അവളും ഹീറോയുടെ അച്ഛനെ കുറച്ച് എക്സ്ട്രാ കെയർ എടുത്ത് നോക്കുന്നുണ്ട്. അതേസമയം അന്ന് രാത്രി ഏതോ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു ലേഡി ലിഫ്റ്റ് വഴി പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ പടിക്കെട്ട് വഴി മുകളിലേക്ക് കയറി പോകുന്നു തന്റെ റൂമിലേക്ക്. പെട്ടെന്നൊരാള് ആ ലേഡിയുടെ തലയിലടിച്ച് അവരെ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് തള്ളിവിടുന്നു. താഴെ വീണ ഒരു ഫോഴ്സിൽ തലയിടിച്ച് ഒരുപാട് രക്തം പോയിട്ട് ആ സ്ത്രീ അവിടെ വെച്ച് തന്നെ മരിക്കുന്നുണ്ട്. അപ്പൊ തള്ളിവിട്ട ഒരാൾ ആരാണെന്ന് അറിയത്തില്ല, കാരണം അയാൾ ശരീരം മുഴുവൻ മറയ്ക്കുന്ന രീതിയിൽ ഒരു കോട്ടിട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ കാറിൽ പോകുമ്പോഴത്തേക്കും മുൻകാലങ്ങളിലെ ജഡ്ജായിരുന്ന ക്രിസ്റ്റീന എന്ന് പറഞ്ഞ സ്ത്രീ തന്റെ അപ്പാർട്ട്മെന്റിലെ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് വീണ് മരണപ്പെട്ടു എന്നുള്ളൊരു ന്യൂസ് ഹീറോ കേൾക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ മരിച്ച ആ ഒരു ലേഡി ഒരു ജഡ്ജായിരുന്നു. അതേസമയം മറ്റൊരിടത്ത് ഒരു ഡോക്ടർ തന്റെ റൂമിലിരിക്കുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ആ ഒരു കില്ലർ അവിടേക്ക് വന്ന് ഈ ഡോക്ടറെ പിടിച്ച് അയാളുടെ കഴുത്തറുത്ത് അയാളെ കൊല്ലുന്നു. അതുമല്ല, അവിടെയുള്ള കലണ്ടറിലെ ജനുവരി 4 ആ ഭാഗം മാത്രം ആ ഡോക്ടറിന്റെ രക്തം വെച്ച് തന്നെ മാർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ രാവിലെ തന്നെ നമ്മുടെ ഹീറോയെ ഒരാൾ വിളിക്കുന്നുണ്ട്. ഇത് വേറെ ആരുമല്ല, ഹീറോയുടെ ഹെഡാണ്. എന്നിട്ട് ഇപ്പോൾ മരിച്ച ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാളുടെ ആ ഒരു കൊലപാതകത്തെ പറ്റി ഹീറോയോട് സംസാരിക്കുന്നുണ്ട്. ആ കേസിൽ ഒരുപാട് സംശയങ്ങളുണ്ട്, അതുകൊണ്ട് അതെല്ലാം തീർക്കാൻ വേണ്ടി എന്നെ അവർ വിളിച്ചേക്കാണ്. എനിക്ക് നിന്റെ സഹായം വേണം, നിന്നെയാണ് ഞാൻ അവിടേക്ക് പറഞ്ഞുവിടാൻ പോകുന്നത്. അതുകൊണ്ട് നീ അവിടേക്ക് പോയിട്ട് നോക്കണമെന്ന് പറയുന്നതും ഹീറോ ഓക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് അവൻ നേരെ തന്നെ ആ ഒരു ക്രൈം സീനിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് ഈ കേസ് അന്വേഷിക്കുന്ന ചീഫിനെയും ഹീറോ പരിചയപ്പെടുന്നുണ്ട്. അങ്ങനെ ഹീറോ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഡോക്ടറെ കൊന്ന സ്ഥലമുണ്ടല്ലോ അവിടെ താഴെ രക്തം വെച്ചിട്ട്, നീ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം പറയണം, നീ എന്ത് കേൾക്കാൻ പാടില്ല അതൊരിക്കലും കേൾക്കരുത്. അതുപോലെ ആ ഡോക്ടറിന്റെ കഴുത്ത് കട്ട് ചെയ്തിട്ടാണ് ആ ഡോക്ടറെ കൊന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അയാളുടെ വിരലുകളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നടന്നിട്ട് ഏകദേശം ഒരു 6 മണിക്കൂറായി. അപ്പോൾ രാത്രിയിലാണ് ഈ കൊലപാതകം തന്നെ നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മിഡ് നൈറ്റ് 1 മണി അല്ലെങ്കിൽ 2 മണി ഇതിനുള്ളിലായിരിക്കണം കൊലപാതകം നടന്നിട്ടുള്ളത്. ആ സമയത്തിന് ഈ ഡോക്ടർ മരണപ്പെട്ടു. അപ്പോൾ ഫോറൻസിക് ഡോക്ടർ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് പറയുന്നുണ്ട്. കൂടാതെ ഒരു 220 യൂറോ ആ ഡോക്ടറിന്റെ പോക്കറ്റിൽ മടക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഹീറോ പറയും, അതെന്തായാലും ഒരു കില്ലർ ആയിരിക്കും ചെയ്തതെന്ന് പറയുമ്പോൾ, അല്ല ഇതെങ്ങനെ നിനക്ക് മനസ്സിലായി? അപ്പോൾ ഹീറോ പറയും, ഡോക്ടറിന്റെ ഷർട്ട് മുഴുവനായിട്ടും രക്തമാണ്, പക്ഷെ പണം ഇരിക്കുന്ന ആ ഒരു കവർ അതിൽ മാത്രമേ രക്തം പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഡോക്ടറിനെ കൊന്നതിന് ശേഷമാണ് ആ കവറും പണവും ഉള്ളിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മുടെ ഹീറോ നോട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പോയി. ഇപ്പൊ അടുത്ത ദിവസം തന്നെ ഈ ഒരു ചീഫിനെ കണ്ട് കേസിനെ പറ്റി സംസാരിക്കുമ്പോൾ ചീഫ് പറയും, ആ ഡോക്ടറിനെ അറിയാവുന്ന ആളുകൾ, അവന്റെ ഫ്രണ്ട്സ്, ജോലി ചെയ്യുന്ന സ്ഥലം, ഇവിടെ എല്ലാം ഞങ്ങൾ അന്വേഷിച്ചിട്ടും മറ്റൊന്നും ഈ ഡോക്ടറിനെ പറ്റി കണ്ടുപിടിക്കാണ്ട് കഴിഞ്ഞില്ല. ഒരുപക്ഷെ ഇതെന്തെങ്കിലും പ്രതികാരം ചെയ്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നു പറയുമ്പോൾ ഹീറോ പറയും, മേ ബി ആയിരിക്കാം, കാരണം ആ വിരൽ വെട്ടിയത്, പിന്നെ താഴെ ആ ഒരു വാക്യങ്ങൾ എഴുതിയത്,
ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. കൂടാതെ പോക്കറ്റിൽ ആ ഒരു പണം കൂടി വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും കില്ലർ സിംബോളിക്കായിട്ട് എന്തോ ഒരു കാര്യം നമ്മളെ അറിയിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് എന്തായാലും കുറച്ച് സമയം എന്താ ഈ കില്ലറിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഹീറോ അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഈ ഒരു കേസ് ഫയലിന്റെ കോപ്പിയുമായിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ദിവസങ്ങൾ കുറെ കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഹീറോയും ചീഫും വീണ്ടും കണ്ടുമുട്ടുകയാണ്. ഇപ്പോൾ ചീഫാണെങ്കിൽ ഒരുപാട് പേരെ ചോദ്യം ചെയ്തിട്ടും ഒരു ലീഡും ഇതിൽ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. കൂടാതെ DNA ടെസ്റ്റിനും അങ്ങനെ ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ആ ഒരു ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആ ഒരു കില്ലർ അത് എഴുതാനായിട്ട് ഗ്ലൗസ് യൂസ് ചെയ്തിരുന്നു, അതുകൊണ്ട് അതിലും നമുക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ ആ ഒരു കില്ലർ എഴുതി വെച്ച ആ ഒരു വാക്യമുണ്ടല്ലോ, അത് പൈതഗോറസിന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ കില്ലർ ഒരുപക്ഷേ പൈതഗോറസിന്റെ ഫോളോവർ ആയിരിക്കാം എന്ന് ഹീറോ പറയുമ്പോഴത്തേക്കും ചീഫ് പറയും, ഒരുപക്ഷെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഇതുപോലെയല്ല എഴുതി വെക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഹോട്ടലിൽ കാണിക്കുമ്പോൾ റൂമെല്ലാം വൃത്തിയാക്കുന്ന ഒരു സ്ത്രീ ഒരു റൂമിനകത്തേക്ക് കയറി പോകുന്നതും അതിനകത്തുള്ള ഒരാളെയും ഈ കൊലയാളി കൊടൂരായിട്ട് കൊന്നിട്ടേക്കാണ്. ഇത് കണ്ട ആ സ്ത്രീ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുന്നതും പോലീസ് വന്ന് നോക്കുമ്പോഴത്തേക്കും അവിടെയും ആ ഒരു കില്ലർ ചുമരില് സത്യം മറയ്ക്കുന്നത് സ്വർണം മണ്ണിനടിയിൽ കുഴിച്ചിടുന്നത് പോലെയാണ് എന്നുള്ളൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതും പൈതഗോറസിന്റെ ഒരു കോട്ടാണ്. അങ്ങനെ ചീഫ് നമ്മുടെ ഹീറോയെ വിളിക്കുമ്പോൾ ഹീറോ നേരെ ആ ഒരു ഹോട്ടലിലേക്ക് വരുന്നു. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് മരിച്ചു കിടക്കുന്നത് ഒരു വക്കീലാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വക്കീലിനെ എങ്ങനെയാണ് കൊന്നതെന്ന് വെച്ചാല് വക്കീലിന് അനസ്തേഷ്യ ഓവർ ഡോസ് ആയിട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് നാക്ക് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ രക്തം അധികമായിട്ട് പോയതുകൊണ്ടാണ് വക്കീൽ മരണപ്പെട്ടത്. അപ്പോഴേക്കും ഫോറൻസിക് ഓഫീസർ പറയും, അനസ്തേഷ്യയെ പറ്റിയും സർജറിയെ പറ്റിയും നല്ലതുപോലെ അറിയുന്ന ഒരാളാണ് ഇത് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഒരാൾക്ക് ഇത്ര കൃത്യമായിട്ട് ഇത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഹീറോ ചീഫിനോട് പറയും, ആ ഡോക്ടറെ കൊന്ന അതേ കൊലയാളിയായിരിക്കാം ഇയാളെ കൊന്നതെന്ന് പറയുമ്പോൾ എന്തേ ആ പൈതഗോറസ് കോട്ട് വെച്ചിട്ടാണോ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അത് മാത്രമല്ല ഈ റൂമിന്റെ നമ്പർ കണ്ടോ, 220 220. ഇതിനു മുന്നേ ആ ഒരു ഡോക്ടറെ കൊന്നിട്ട് പോകുമ്പോഴും 220 യൂറോ ആ ഡോക്ടറിന്റെ പോക്കറ്റിൽ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ വെച്ച് നോക്കുമ്പോൾ ആ നമ്പർ കണക്ട് ആവുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെ കൊന്നതും ഒരാളായിരിക്കാം. അങ്ങനെ ഹീറോ ആ ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ അയാളെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, സാർ ഈ റൂമിന്റെ വെളിയിലുള്ള ക്യാമറയും അതേപോലെ തന്നെ റിസപ്ഷൻ ഭാഗത്തുള്ള ക്യാമറയും വർക്കിംഗ് അല്ല. അതുപോലെ ഈ വക്കീൽ ഹോട്ടലിലേക്ക് വിളിച്ചിട്ട് റൂം ബുക്ക് ചെയ്തിരുന്നു, അതിനുശേഷം ഒറ്റയ്ക്കാണ് ഇവിടേക്ക് വന്നതെന്ന് പറയുമ്പോൾ വക്കീൽ ഒറ്റയ്ക്കാണ് വന്നതെങ്കിൽ ഈ കില്ലർ എങ്ങനെ വക്കീലിന്റെ പുറകെ വന്നു ചോദിക്കുമ്പോൾ അതിന് ഈ ഒരു റിസപ്ഷനിസ്റ്റ് മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഈ ഹോട്ടലിലേക്ക് വരുന്ന അധികം കപ്പിൾസും ഒരുമിച്ചൊരിക്കലും വരാറില്ല. രണ്ടുപേരിൽ ഒരാള് ആദ്യം ഹോട്ടലിൽ വിളിച്ച് റൂം ബുക്ക് ചെയ്യും, അങ്ങനെ ആദ്യത്തെ ആൾ വന്നതിന് ശേഷമാണ് രണ്ടാമത്തെ ആള് അതേ റൂമിലേക്ക് പോകുന്നത്. ഇതുപോലെ സാധാരണ നടക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇത് വലിയ കാര്യമാക്കത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയും ചീഫും ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഹീറോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹോട്ടൽ മാനേജ്മെന്റ് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കൊലയാളി ഒരുപക്ഷെ ഒരു പെണ്ണായിരിക്കാം, ആ മാനേജർ പറഞ്ഞതുപോലെ ആയിരിക്കാം ഇവർ ആ റൂം ബുക്ക് ചെയ്തത് എന്ന് പറയുമ്പോൾ ആ ഒരു ചീഫ് പറയും, ചിലപ്പോൾ ഇതും കില്ലർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതുപോലൊരു ഹോട്ടലിൽ വെച്ച് ആ വക്കീലിനെ കൊന്നതാണെങ്കിലോ. അങ്ങനെ ഈ കാര്യം പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ചീഫിന് ഈ വർഷം ജനുവരി 2-ാം തീയതി ഒരു സൂയിസൈഡ് നടന്നതായിട്ടുള്ള കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ മരണപ്പെട്ട അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ കിട്ടിയിരുന്നു. അതിൽ എഴുതിയിരിക്കുന്നത് പൈതഗോറസിന്റെ ഒരു കോട്ടാണ്. അതിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, എല്ലാത്തിനും ഒരു അവസാനമുണ്ടെന്ന്. അങ്ങനെ അയാളുടെ ഭാര്യയോട് ചോദിക്കുമ്പോൾ ആ ഒരാളുടെ ഡിപ്രഷനിൽ ഒരുപാട് കാലം കഴിഞ്ഞിരുന്നു എന്ന് അയാളുടെ ഭാര്യ പറഞ്ഞിരുന്നു. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹീറോയ്ക്ക് ഇപ്പോൾ ആ ഒരു കേസിന്റെ ഫയലെടുത്ത് കാണിച്ചു കൊടുക്കുന്നതും സൂയിസൈഡ് ചെയ്ത ആ ഒരാളുടെ ഫോട്ടോ അതിനകത്തുണ്ട്. അത് കാണുമ്പോഴത്തേക്കാണ് ഹീറോ ഒരു കാര്യം നോട്ട് ചെയ്യുന്നത്, മരിച്ചുപോയ അയാളുടെ കയ്യിൽ കെട്ടിരിക്കുന്ന വാച്ചില് 2:20 എന്ന് സമയം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നിങ്ങളെപ്പോഴാ പോയി ബോഡി കണ്ടതെന്ന് ചോദിക്കുമ്പോൾ രാവിലെയാണ് പോയി കണ്ടത് എന്ന് പറയുമ്പോഴത്തേക്ക് ഹീറോ പറയും, അങ്ങനെയാണെങ്കിൽ കില്ലർ ഇയാളെ കൊന്ന് അവിടെ കെട്ടി തൂക്കിയതാണ്, അല്ലാതെ അയാൾ സൂയിസൈഡ് ചെയ്തതല്ല. കാരണം അയാളുടെ കയ്യിൽ ആ ഒരു വാച്ചിലെ ടൈം നോക്ക് 2:20. അങ്ങനെയാണെങ്കിൽ ഇത് സൂയിസൈഡ് അല്ല, അത് മർഡർ ആണെന്ന് പറയുന്നതും ചീഫ് ഇതും കൂടി കേട്ട് ഞെട്ടുകയാണ്. കാരണം ഇങ്ങനൊരു കാര്യം ഒരിക്കലും ഇവർ കണ്ടുപിടിച്ചിരുന്നില്ല. അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഹീറോയെ പെട്ടെന്ന് വിളിക്കുന്നത്. അർജന്റായിട്ട് അവിടേക്ക് ചെല്ലാൻ പറയും. അങ്ങനെ ഹീറോ പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഡോക്ടർ പറയുന്നത്, നിങ്ങളുടെ അച്ഛനെ ഇപ്പോൾ 2ാമത് ഒരു സ്ട്രോക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ലൈഫ് സപ്പോർട്ട് ഉണ്ട്, അത് വേണോ വേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല അത് വേണം, കാരണം എൻ്റെ അച്ഛൻ ജീവനോടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ മുന്നിലിരുന്ന് നല്ലതുപോലെ കരയുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നഴ്സ് സോഫിയ ഉണ്ടല്ലോ അവൾക്ക് നല്ല വിഷമാവുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചീഫിന് ഹീറോയുടെ ഹെഡ് ഉണ്ടല്ലോ അയാൾ വന്ന് കാണുകയാണ്. അല്ല അവൻ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, നല്ലതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അവൻ വേറെ ലെവലിലാണ് ജോലി ചെയ്യുന്നത് എന്ന ആ ഒരു ചീഫ് ഹീറോയെ പൊക്കി പറയും. എന്നിട്ട് ചീഫ് ചോദിക്കും, അല്ല അവൻ്റെ അച്ഛൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഈ ഹെഡ് പറയും, 4 വർഷങ്ങൾക്ക് മുന്നേ അയാൾക്ക് ഒരു ആക്സിഡന്റ് സംഭവിച്ചതാണ്. കാറിൽ വന്ന് ഇടിച്ചു വരുത്താൻ കാർ നിർത്താതെ പോയി. ആ ആക്സിഡന്റിലാണ് അവൻ്റെ അച്ഛൻ കോമ സ്റ്റേജിലേക്ക് പോയത്. ഇതുവരെ അതിൽ നിന്നും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇതിനിടയിൽ തന്നെ 2-3 വർഷങ്ങൾക്ക് മുന്നേ അവൻ്റെ അമ്മയും മരണപ്പെട്ടു. അതുകൊണ്ട് അവൻ ആകെയുള്ളത് അവൻ്റെ അച്ഛൻ മാത്രമാണ്.
അതുകൊണ്ടാണ് അവൻ്റെ അച്ഛൻ ജീവനോടെ ഇരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത്. കൂടാതെ ഇതുവരെയും ആ ഒരു കാർ ആക്സിഡന്റ് നടത്തിയ ഡ്രൈവറെ പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ രണ്ടാമതായിട്ട് മരണപ്പെട്ട ആ ഒരു വക്കീലുണ്ടല്ലോ, അയാളെ പറ്റിയുള്ള കാര്യം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോഴാണ് ക്രിസ്റ്റീന എന്ന് പറഞ്ഞ ആ ഒരു ജഡ്ജി ഉണ്ടല്ലോ, അവരെ പറ്റിയുള്ള കാര്യം മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പണം വാങ്ങിയിട്ട് ജഡ്ജ്മെന്റ് മാറ്റി പറയും. അപ്പോൾ ആ ഒരു ജഡ്ജി വേറെ ആരുമല്ല, സ്റ്റാർട്ടിങ്ങിൽ കില്ലർ ഒരു സ്ത്രീയെ പടിക്കെട്ടിൽ നിന്ന് താഴേക്ക് തള്ളിവിട്ട് കൊന്നല്ലോ, അവരാണ്. അങ്ങനെയാണെങ്കിൽ ഈ കില്ലർ എന്തോ ഒരു റിവഞ്ചിന്റെ പേരിലാണ് ഇവരെല്ലാവരെയും കൊല്ലുന്നതെന്ന് ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലായി. ഹീറോയ്ക്ക് മനസ്സിലായില്ലെങ്കിലും കാണുന്നത് നിങ്ങൾക്കും എനിക്കും മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാന്നുണ്ടെങ്കിലും പോലീസ് ജഡ്ജിയുടെ കേസ് അവർ പടിക്കെട്ടിൽ നിന്ന് താഴെ വീണ് മരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഹീറോയ്ക്ക് ഇതിൽ സംശയം വന്നിട്ട് ഹീറോ നേരെ ആ ചീഫിനോട് ഈ കേസിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ചീഫ് പറയും, ഇല്ലില്ല, അതൊരിക്കലും മർഡർ ആവാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ ആ ഒരു കേസിനെ പറ്റി നല്ലതുപോലെ അന്വേഷിച്ചു. ഒരു കൊലപാതകത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾ അവിടെ നിന്ന് കണ്ടുപിടിച്ചില്ല എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ഓക്കെ, ആ ഒരു ലേഡി താമസിക്കുന്നത് ആ ബിൽഡിങ്ങിൽ എത്രാമത്തെ അപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിക്കുമ്പോൾ ചീഫ് പറയും ടോപ്പ് ഫ്ലോറിലുള്ള പെന്റ് ഹൗസ് ആണ് എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, ശരി, അത്രയും ഉയരമുള്ള ആ ഒരു ഭാഗത്തേക്ക് അവര് ലിഫ്റ്റ് വഴി പോകാതെ എന്തുകൊണ്ട് നടന്ന് പടിക്കെട്ട് വഴി മുകളിലേക്ക് കയറി? ഇതുകൂടി കേൾക്കുന്നത് ചീഫിനും സംശയമായിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും നേരെ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. എന്നിട്ട് ലിഫ്റ്റിലേക്ക് കയറി മുകളിലേക്ക് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഫസ്റ്റ് ഫ്ലോറിന്റെ ചുമരിൽ എന്തോ ഒരു കാര്യം എഴുതിയതായിട്ട് ഹീറോ കാണും. എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്പർ പ്രകാരമായിരിക്കും നടക്കുന്നത്, എല്ലാത്തിനും ഒരു തുടക്കമുണ്ട്. അപ്പോൾ ഇതും ഒരു പൈതഗോറസ് കോട്ടാണ്. അങ്ങനെയാണെങ്കിൽ 220 എന്ന് പറഞ്ഞ ആ നമ്പർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞിട്ട് ഹീറോ അവിടെ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കാണ് ഈ ലിഫ്റ്റിന്റെ വെയിറ്റ് കപ്പാസിറ്റി ഉണ്ടല്ലോ, അത് 220 കിലോഗ്രാം ആണ്. ആ 220 മാത്രം മാർക്ക് ചെയ്തിങ്ങനെ വെച്ചേക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ജഡ്ജിനെയും കില്ലർ കൊന്നതാണെന്ന് ഹീറോ ഇപ്പോൾ പറയും. അപ്പോൾ ഇതുവരെ 4 പേരെയാണ് കൊന്നിട്ടുള്ളത്. അതിൽ ആദ്യം മരിച്ചത് ജഡ്ജി. അല്ല, ഇതെങ്ങനെ പറയാൻ കഴിയുമെന്ന് ചീഫ് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ആ ഒരു പൈതഗോറസ് കോട്ട് പ്രകാരം എല്ലാം നമ്പർ പ്രകാരം മാത്രമേ നടക്കത്തുള്ളൂ. അതുമല്ല, എല്ലാത്തിൻ്റെയും ആരംഭം ഒന്നാണ് എന്ന് ഈ ഒരു ജഡ്ജിന്റെ അപ്പാർട്ട്മെന്റിൽ അവ എഴുതിയിട്ടുണ്ട്. അതിലൂടെ തന്നെ ഇതാണ് ഫസ്റ്റ് മർഡർ എന്നാണ് ആ ഒരു കില്ലർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ചീഫ് ചോദിക്കും, ശരി, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കൊലപാതകം ഒരു ആക്സിഡന്റ് ആയിട്ടും രണ്ടാമത്തേത് ഒരു സൂയിസൈഡ് ആയിട്ടും അടുത്ത 2 മർഡറുകളും ഓപ്പൺ ആയിട്ട് തന്നെ എന്തുകൊണ്ട് നടത്തണം എന്ന് ചീഫ് ചോദിക്കുമ്പോൾ മരണപ്പെട്ട എല്ലാവരും തമ്മിൽ എന്തോ ഒരു ലിങ്ക് ഉണ്ട്. ഒരുപക്ഷെ ആദ്യത്തേത് ഒരു കൊലപാതകമാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാലേ ഒരുപക്ഷെ ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തേത് ഒരു അപകടമായിട്ടും രണ്ടാമത്തേത് ഒരു സൂയിസൈഡ് ആയിട്ടും മാറ്റിയത്. അപ്പോൾ ചീഫ് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇതോടെ ഈ കൊലകൾ അവസാനിച്ചോ അതോ ഇനിയും തുടരുമോ? ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസർ 220 എന്ന് പറയുന്ന ആ നമ്പറിലാണുള്ളത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ഹീറോ പറയും. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോ നേരെ ആ ഒരു ഹെഡിനെ പോയി കണ്ടിട്ട് കൊല ചെയ്യുന്ന ആ ഒരു പാറ്റേൺ എന്തോ ഒരു നമ്പർ വെച്ചിട്ടാണ് ആ കൊലയാളി ഫോളോ ചെയ്ത് പോകുന്നത്, അതെന്താണെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഹെഡ് പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ മാത്സിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. അവിടെ ഫേമസ് ആയിട്ടുള്ള ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ മാക്സ്വെൽ വരുന്നുണ്ട്. എനിക്ക് അദ്ദേഹത്തെ നല്ലതുപോലെ തന്നെ അറിയാം, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. അയാളെ പോയി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ഈ കേസിൽ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് പറയുന്നതും ഹീറോ നേരെ അവിടേക്ക് പോയിട്ട് ആ ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത് ആ ഒരു ഫ്രഞ്ച് മാത്തമാറ്റീഷ്യൻ ഉണ്ടല്ലോ അയാളെ കാണുന്നു. അങ്ങനെ അയാളോട് ഈ കേസിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഈ കൊലപാതകങ്ങളിലെല്ലാം പൈതഗോറസ് കോട്ടിന്റെ ഒരു കോഡായിട്ട് 220 എന്ന് പറഞ്ഞ നമ്പർ മാത്രം കില്ലർ വിട്ടിട്ട് പോകുന്നു. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതെ, ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പൊ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. പൈതഗോറസ് ഏഷ്യൻ ഗ്രീക്ക് നാട്ടിലെ ഒരറിയപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞനാണ്. അയാൾ കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങളും നമുക്കിപ്പോൾ യൂസ് ആവുന്നുണ്ട്. അവരുടെ മരണശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം അയാളെ പിന്തുടർന്ന് വന്നവര് അയാളുടെ കോട്ടുകൾ വെച്ചിട്ട് ഒരുപാട് തിയറീസ് കണ്ടുപിടിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായതാണ് തിയറം ഓഫ് അമിക്കബിൾ നമ്പേഴ്സ്. അതിനെ ദി അതർ മീ എന്നാണ് പറയുന്നത്. ഒരു നമ്പർ മറ്റൊരു നമ്പറിനെ പോലെ ഉണ്ടാവും. ഉദാഹരണത്തിന് 220ഉം 284. ഇപ്പോൾ 284നെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള നമ്പറുകളെല്ലാം ചേർത്ത് വെച്ച് എഴുതി കഴിഞ്ഞാൽ 220 കിട്ടും. അതേപോലെ 220നെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള നമ്പറുകളെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 284 കിട്ടും. ഇപ്പോൾ 1, 2, 4, 71, 142 ഇതെല്ലാം 284നെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള നമ്പറുകളാണ്. എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറുകളെല്ലാം വെച്ച് 284നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഡെസിമൽ പോയിന്റിലാണ് വരുന്നത്. ഈ നമ്പറുകൾ അതേപോലെ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 220 കിട്ടും. അതേപോലെ 1, 2, 4, 5, 10, 22, 44, 55, 110 ഇതെല്ലാം 220നെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള നമ്പറുകളാണ്. ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 284 കിട്ടും. ഇതുപോലെ ഈ പെയർ മാത്രമല്ല 1184ഉം 1210ഉം ഇങ്ങനെ 2 പെയറും കൂടിയുണ്ട്. അപ്പൊ ഇത്രയും കണക്ഷൻസ് ഈ നമ്പറിനുള്ളത് കൊണ്ടാണ് ഇതിനെ ദി അതർ മീ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ
കിളി പോയി കേട്ടിരുന്ന ഹീറോ, ഇതിന്റെ പിറകിൽ ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ താങ്ക്സ് സാർ, ഇത്രയും വലിയൊരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. സത്യം പറയല്ലോ, ഇത് പറഞ്ഞു തീർന്നപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി. ആരുടെയൊക്കെ കിളി പോയെന്ന് ഒന്ന് പറഞ്ഞേക്കാം, കാരണം ഈ ഒരു കണക്കൊന്നും നമുക്ക് വരുന്നൊരു കാര്യമല്ല. അതേസമയം മറ്റൊരിടത്ത് സൂയിസൈഡ് ചെയ്ത ഒരാളുണ്ടല്ലോ, സൂയിസൈഡ് ചെയ്തല്ല അയാളെ കൊന്നതാണ്. ഇപ്പം അയാളുടെ വീട്ടിലേക്ക് ചീഫ് പോയിട്ട് അയാളുടെ അച്ഛനോട് സംസാരിക്കും. അപ്പോഴേക്കും ആ ഒരു അച്ഛൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഒരു ആക്സിഡന്റ് നടന്നു, അതിനുശേഷം അവൻ ആരോടും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ചീഫ് ആ ഒരു ആക്സിഡന്റ് എന്താണെന്നുള്ള കാര്യം അയാളോട് ചോദിച്ച് മനസ്സിലാക്കും. അത് കഴിഞ്ഞ് ചീഫ് നേരെ വരുന്നത് ഹീറോയുടെ അടുത്തേക്ക്. എന്നിട്ട് ഹീറോയോട് പറയും, നമ്മൾ ഇത്രയും നാള് ഈ കൊല ചെയ്യപ്പെട്ടവരെല്ലാം തമ്മിലുള്ള ലിങ്ക് എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചില്ലേ, അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു. 2007 അതും 8 വർഷങ്ങൾക്ക് മുന്നേ ബൈക്കിൽ പോയിരുന്ന 2 കപ്പിൾസിനെ ഒരു കാർ ഇടിച്ച് തെറിപ്പിച്ചു. അപ്പോൾ ഇത് വേറെ ഒന്നുമല്ല, നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ രണ്ടുപേർക്ക് ആക്സിഡന്റ് സംഭവിച്ചത് കണ്ടിരുന്നല്ലോ, അത് തന്നെയാണിത്. അപ്പോൾ ആ ഒരു ആക്സിഡന്റിൽ ക്ലിയോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ് സ്പോട്ടിൽ തന്നെ മരിച്ചുപോയി. അവളുടെ ബോയ് ഫ്രണ്ട് അവൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതുമല്ല, ആ ഒരു കാറ് കുടിച്ചിട്ട് ഓടിച്ച് ഈ ഒരു ആക്സിഡന്റ് വരുത്തിയതോ വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകൻ മാനുവൽ. അപ്പോൾ മാനുവലിനോട് പോലീസ് ചോദിക്കുമ്പോൾ എന്താണ് പറഞ്ഞതെന്നറിയോ, താനല്ല കുടിച്ചത്, ആ ഒരു കപ്പിൾസാണ് നല്ലതുപോലെ മദ്യപിച്ച് നിയന്ത്രണമില്ലാതെ അവരുടെ ബൈക്ക് ഇവന്റെ കാറിലേക്ക് കൊണ്ട് ഇടിച്ചതെന്നാണ്. അപ്പോൾ ആ ഒരു കേസ് എടുത്ത് മാനുവലിന് വേണ്ടി ആ കേസ് വാദിച്ചത് അവസാനമായിട്ട് മരിച്ചുപോയ ആ ഒരു വക്കീലുണ്ടല്ലോ, അയാളാണ്. അതുമല്ല, മാനുവൽ കുടിച്ചിട്ടില്ല, അവൻ നോർമലായിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്ത ഡോക്ടറിനെയാണ് ഈ കില്ലർ 3ാമതായിട്ട് കൊന്നത്. അതുപോലെ ആ കേസിലെ മാനുവലിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി മാനുവൽ നിരപരാധിയാണ് എന്ന് വിധി പറഞ്ഞത് ആദ്യം കൊന്ന ആ ഒരു ജഡ്ജി ഉണ്ടല്ലോ, അവരും. അതുപോലെ ഇതിനെല്ലാം സാക്ഷിയായതോ മാനുവലിന്റെ കൂടെ വന്ന അവന്റെ ഒരു ഫ്രണ്ടായിരുന്നു. പക്ഷെ അവനും മാനുവൽ ഈ ഒരു കേസിലെ നിരപരാധിയാണെന്ന് കോടതിയിൽ കള്ളം പറഞ്ഞു. അപ്പോൾ ആ ഫ്രണ്ടാണ് 2ാമതായിട്ട് സൂയിസൈഡ് എന്ന് പറഞ്ഞ് കൊല ചെയ്യപ്പെട്ട ഒരുത്തനുണ്ടല്ലോ, അവൻ. അപ്പോൾ ഇത്രയും പേര് മരിച്ചു. ഇപ്പോൾ മാനുവലോടെ എന്ന് ചോദിക്കുമ്പോൾ അവൻ തന്റെ പണവും പ്രതാപവും എല്ലാം വെച്ച് അവൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ വെളിയിൽ ചുറ്റി നടക്കുന്നുണ്ട് നല്ല ഹാപ്പി ആയിട്ട്. അതുമല്ല, ആക്സിഡന്റിൽ മരിച്ചുപോയ ക്ലിയോ എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ പേഴ്സിൽ നിന്നും 284 എന്ന നമ്പറുള്ള ഒരു പെൻഡന്റ് കിട്ടിയെന്നും ഈ ചീഫ് പറയുന്നതും ഇത് കേൾക്കും തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. അപ്പോഴും തന്നെ നമ്മുടെ ചീഫിന് ഒരു കോള് വരുന്നു, വേറൊന്നല്ല മാനുവൽ എന്ന് പറഞ്ഞ അവൻ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ ചീഫ് പറയും, നമ്മൾ ലേറ്റ് ആയി പോയി, എന്തായാലും മാനുവലിനെ കില്ലർ കൊന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇല്ലില്ല, ഒരിക്കലും മാനുവലിനെ കൊന്നിട്ടുണ്ടാവത്തില്ല, അവൻ തട്ടിക്കൊണ്ട് മാത്രമേ പോയിട്ടുള്ളൂ. അപ്പോൾ ചീഫ് ചോദിക്കും, അല്ല അത് നിനക്ക് എങ്ങനെ പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, അല്ല സാധാരണ ഒരു കൊലയാളി എല്ലാവരെയും കൊന്നിട്ട് അവിടെ വിട്ടിട്ട് പോകുന്ന ഒരേ ഒരു നമ്പർ 220 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ആ ഒരു മാത്തമാറ്റീഷ്യൻ പറഞ്ഞ തിയറി വെച്ച് നോക്കുമ്പോൾ 220ന്റെ പേര് 284 ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യാനായിട്ടുള്ള നമ്പറുകൾ ഏതൊക്കെയാണെന്നറിയോ? 1, 2, 4, 71, 142. അത് വെച്ച് നോക്കുമ്പോൾ കൊലയാളി ആദ്യം കൊന്നത് ഈ വർഷം ജനുവരി 1-നാണ്. 2ാമത്തെ ആളെ കൊന്നത് ജനുവരി 2-ാമതും. 3ാമത്തെ ആളെ കൊന്നതോ ജനുവരി 4-ാം തീയതി. 4ാമത്തെ ആളെ കൊന്നത് ഈ വർഷത്തെ 71ാമത്തെ ദിവസമായിട്ടുള്ള മാർച്ച് 12-ാം തീയതി. അങ്ങനെയാണെങ്കിൽ ഇതിൽ അവസാനമായിട്ടുള്ളത് മാനുവൽ മാത്രമല്ലേ? അപ്പോൾ അവസാനത്തെ നമ്പറായിട്ടുള്ള 142. അങ്ങനെയാണെങ്കിൽ 142ാമത്തെ ദിവസം മെയ് 22 അന്നാണ് അവനെ കൊല്ലാൻ പോകുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇന്ന് മെയ് 17. ഇനിയും മാനുവലിനെ കൊല്ലാനായിട്ട് 5 ദിവസം ബാക്കിയുണ്ട്. അതിനുള്ളിൽ കൊലയാളി ആരാണ്, അവൻ എവിടെയാണുള്ളത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവുമെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഹീറോ പോകുന്നത് ആക്സിഡന്റിലെ രക്ഷപ്പെട്ട ക്ലിയുടെ ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ വീട് അഡ്രസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഹീറോ നേരെ അവിടേക്ക് പോകുന്നു. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം ആക്സിഡന്റിൽ മൊത്തത്തിൽ ഡാമേജ് ആയിട്ടുണ്ട്. അതുമല്ല, ഹീറോ ആ ഒരു ആക്സിഡന്റിനെ പറ്റി ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവൻ നല്ലതുപോലെ വിഷമിക്കുന്നുണ്ട്. ക്ലിയോനെ ഞാൻ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതുമല്ല, ക്ലിയോക്കൊരു അനസ്റ്റിസ്റ്റ് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞ് അവൻ നല്ലതുപോലെ വിഷമിക്കും. അപ്പോൾ ഹീറോ ചോദിക്കും, നിന്റെ ഗേൾ ഫ്രണ്ട് ക്ലിയോ മരിച്ചതിന് കാരണക്കാരായിട്ടുള്ള അവരെല്ലാവരും തേടി പിടിച്ച് നീ കൊല ചെയ്യുമായിരുന്നു, അതിനാണോ നീ ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ ബോയ് ഫ്രണ്ട് പറയും, ഇല്ല, ആക്സിഡന്റ് കഴിഞ്ഞിട്ട് കുറേ നാള്, അത് ഒരുപാട് മാസം ഞാൻ കോമയിലായിരുന്നു. അതുമല്ല, ക്ലിയോടെ മരണാനന്തര ചടങ്ങിന് പോലും എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. എൻ്റെ മുഖം ഈ അവസ്ഥയിലായതുകൊണ്ട് തന്നെ ഞാൻ എവിടെയും പോവാതെ ഈ റൂമിനകത്ത് ഒറ്റയ്ക്കിരിക്കുമായിരുന്നു. അത് ഇത്രയും കാലം. ഇതുവരെയായിട്ടും ക്ലിയോടെ കല്ലറയിൽ വരെ ഞാൻ പോയിട്ടില്ല. കൂടാതെ നിങ്ങൾ ആ ഒരു കൊലയാളിയെ പിടിക്കുകയാണെങ്കിൽ അവൻ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം, എനിക്ക് അവരോട് നന്ദി പറയണം എന്ന് ആ ഒരു ബോയ് ഫ്രണ്ട് പറയുന്നതും. അപ്പോൾ എന്തായാലും നമ്മളും അതേപോലെ തന്നെ ഹീറോയും വിചാരിച്ചതുപോലെ ഒരിക്കലും ആ ബോയ് ഫ്രണ്ട് അല്ല കൊലയാളി. അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്താ വെച്ചാൽ ആ ഒരു ബോയ് ഫ്രണ്ട് വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ആക്സിഡന്റിന് ശേഷം അവന് നടക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തായാലും ബോയ് ഫ്രണ്ട് ആയിരിക്കും കൊലയാളി എന്ന് മനസ്സിലാക്കിയ ഹീറോ അവിടെ നിന്ന് പോകുന്നതും, ഹീറോ പോകുമ്പോൾ തന്നെ അവിടേക്ക് പോലീസും അവനെ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോ നേരെ പോകുന്നത് ആ ഒരു ഹെഡിന്റെ അടുത്തേക്ക്. ഇപ്പോൾ ഹെഡ് ഹീറോയെ കാണുന്നതും പറയുന്നതാണെന്നറിയോ, പെർമിഷൻ ഇല്ലാതെ ആ ഒരു ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഹീറോ പോകരുതായിരുന്നു.
അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അവൻ കാരണം നിന്റെ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിരുന്നെങ്കിൽ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ എന്നെല്ലാം ആ ഹെഡ് ഹീറോയെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞിട്ട്, ഓക്കെ നീ എന്തായാലും സഹായിച്ചത് മതി, നീ ഇനി തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ട് നിന്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആ ഒരു ഹെഡ് പറയും. അപ്പോഴാണ് ഹീറോ പറയുന്നത്, എന്തായാലും ആ ഒരു കില്ലർ എല്ലാവർക്കും ശരിയായിട്ടുള്ള ശിക്ഷ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് കില്ലറിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴത്തേക്കും ഹെഡ് ഇവിടുന്ന് ഷോക്കാവും. എനിക്ക് മനസ്സിലായി നീ ഈ കേസ് നിന്റെ അച്ഛൻ്റെ ആക്സിഡന്റുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കാണ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയെ ആ ഒരു ചീഫ് വിളിക്കും. എന്നിട്ട് പറയും, ഇതുപോലെ കില്ലർ ഒരാളെ തട്ടിക്കൊണ്ട് പോയിരുന്നല്ലോ ഇപ്പൊ അവസാനമായിട്ട്, അവനെ കില്ലർ കൊല ചെയ്തുവെന്ന്. ഇവരെത്ര കില്ലറിനെ പിടിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവസാനം കില്ലർ അവ തട്ടിക്കൊണ്ട് പോയ ആളെയും കൊന്നിട്ടുണ്ട്. അങ്ങനെ ഹീറോയും ചീഫും ബാക്കി എല്ലാവരും കൊല നടന്ന ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ കില്ലർ എഴുതി വെച്ചേക്കാണ്, ഞാൻ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ പൈതഗോറസ് കോട്ട് ഉണ്ടല്ലോ, അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോറൻസിക് ഓഫീസർ മരിച്ച അവന്റെ ശരീരം പരിശോധിച്ചിട്ട് കില്ലറിന് അനസ്തേഷ്യയെ പറ്റി നല്ലതുപോലെ അറിവുണ്ട്. ആ വക്കീലിന്റെ മരണത്തിൽ ഞാനത് നോട്ട് ചെയ്തിരുന്നു. ഇപ്പൊ ഇവിടെയും അതുപോലെ തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. കില്ലർ കറക്റ്റായിട്ട് കെമിക്കൽസ് വെച്ച് അനസ്തേഷ്യ മരുന്ന് റെഡിയാക്കി അത് ഇയാൾക്ക് കൊടുത്തിട്ടാണ് ഒരു നമ്പർ പ്ലേറ്റ് വെച്ച് അവന്റെ നെഞ്ച് കീറിയാണ് അവനെ കൊന്നിട്ടുള്ളത്. അപ്പൊ ആ നമ്പർ പ്ലേറ്റിലും 220 എന്ന് പറയുന്ന ആ നമ്പർ ഉണ്ട്. ഇവിടെയാണ് മറ്റൊരു കാര്യം, ആ ഒരു ചീഫ് ഇപ്പോ എന്താണ് വിചാരിക്കുന്നതെന്നറിയോ? ഓ, ഇതോടെ സമാധാനായി, ഇനി ഒരു കൊലയും നടക്കത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ടാണ് അയാൾ സമാധാനപ്പെടുന്നത്. അതുപോലെ നമ്മുടെ ഹീറോ ഈ ഒരു കേസിൽ ഒരുപാട് സഹായിച്ചതുകൊണ്ട് തന്നെ ഹീറോയ്ക്കും താങ്ക്സ് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുമ്പോൾ ഹീറോ പറയും, ഞാൻ കില്ലറിനെ പറ്റിയുള്ള മൊത്തം സൈക്കോളജി റിപ്പോർട്ടും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തരാമെന്നും പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം ഹീറോ ഒരു കാര്യം കൂടി ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ അവസാനത്തെ ഈ ഒരു കൊലപാതകത്തിലും കില്ലർ 220 എന്ന് പറഞ്ഞ ആ ഒരു നമ്പർ ഹിൻഡായിട്ട് കൊടുത്തിട്ട് പോകുന്നത് എന്തിനാ എന്ന് ഹീറോ ആലോചിക്കുമ്പോഴത്തേക്കാണ് പുതിയൊരു കാര്യം കണ്ടുപിടിക്കുന്നത്. 220ാമത്തെ ദിവസം ഈ വർഷത്തിലെ ആഗസ്റ്റ് 8-നാണ്. ആ ദിവസമാണ് ക്ലിയോ ആ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടതും അവളുടെ ജന്മദിനവും ആ ഒരു ദിവസമായിരുന്നു. അതുമല്ല, ക്ലിയോയുടെ ബോയ് ഫ്രണ്ട് ഇതുവരെയും അവളുടെ കല്ലറയുടെ അടുത്തേക്ക് പോയിട്ടില്ല എന്നുള്ള കാര്യം ഹീറോയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ദിവസം കില്ലർ അവളുടെ കല്ലറയുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഇത് മനസ്സിലാക്കിയ ഹീറോ ഈ കാര്യത്തെപ്പറ്റി ആ ഒരു ചീഫിനോടോ ഹെഡിനോടോ പറയുന്നില്ല. എന്നിട്ട് ഓഗസ്റ്റ് 8-ന് ക്ലിയോയുടെ കല്ലറയുടെ അടുത്തേക്ക് ഹീറോ ഒറ്റയ്ക്ക് പോവും. അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ക്ലിയോയുടെ കല്ലറയുടെ മുകളിൽ 284 എന്നുള്ള ആ ഒരു അക്കൗണ്ടല്ലോ അതുള്ളൊരു മാല ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പോയി കണ്ട് ഇപ്പൊ കില്ലർ വരാൻ വേണ്ടി അവിടെ നിന്ന് ഒരിടത്തേക്ക് ഹീറോ മാറി നിൽക്കാണ്. അങ്ങനെ കുറെ നേരം അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഹീറോ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ കില്ലർ അവിടേക്ക് വരുന്നു. മുഖം മുഴുവനായിട്ട് മറിച്ച ഒരാള് അങ്ങനെ ക്ലിയോയുടെ കല്ലറയുടെ അടുത്തേക്ക് വന്ന് അവിടെ ഒരു മെഴുകുതിരിയും കത്തിച്ചു വെച്ച് തന്റെ കഴുത്തിലുള്ള ആ ഒരു മാലയുണ്ടല്ലോ അത് ഊരി അതിന് മുകളിലേക്ക് ഇടുന്നു. അങ്ങനെ ഹീറോ പതി അവന്റെ പിറകിലേക്ക് ചെന്നിട്ട്, ഓ അപ്പൊ നീയാണല്ലേ ക്ലിയോയ്ക്ക് വേണ്ടി ഇത്രയും കാലം അവരെല്ലാവരെയും കൊന്നത്, അതും ആ ഒരു പ്രതികാരത്തിന് വേണ്ടി. അങ്ങനെ ആ ഒരാൾ തിരിയുന്നതും ഇത് വേറെ ആരുമല്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അതൊരാണല്ല, അതൊരു പെണ്ണാണ്. ക്ലിയോടൊപ്പം പബ്ബിലുണ്ടായിരുന്ന അവളുടെ സുഹൃത്തുണ്ടല്ലോ. അപ്പൊ ഹീറോ അന്വേഷിച്ചത് ഇത്രയും നാളൊരു കൊലയാളിയല്ലായിരുന്നു, അതൊരു പെണ്ണാണെന്ന് മനസ്സിലാക്കുന്നതും ഇപ്പൊ അവിടെ വെച്ചാണ് അവള് എന്താണ് സംഭവിച്ചെന്നുള്ള എല്ലാ കാര്യവും പറയുന്നത്. നമ്മൾ ഈ മൂവിയുടെ തുടക്കത്തിൽ ഒരു പെൺകുട്ടിക്ക് ജന്മദിനമായിട്ട് അവളുടെ മുത്തശ്ശൻ ഈ ഒരു മാല അവളുടെ കഴുത്തിലിട്ടിരുന്നല്ലോ. ഇപ്പൊ അത് കാണുമ്പോൾ നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നത് അത് ക്ലിയോ ആണെന്നാണ്. പക്ഷെ ഒരിക്കലുമല്ല, അത് ക്ലിയോയുടെ ഫ്രണ്ടാണ്. എന്നിട്ട് ആ ഒരു മുത്തശ്ശൻ പറയുകയും ചെയ്യുന്നുണ്ട്, നിന്നെ അത്രയും മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിന് ഈ മാല കൊടുക്കണമെന്ന് പറഞ്ഞ് മറ്റൊരു മാല ആ ഫ്രണ്ടിന് കൊടുക്കുമ്പോൾ ആ ഫ്രണ്ട് ആ മാല കൊടുക്കുന്നത് നമ്മുടെ ക്ലിയോക്ക്. അപ്പൊ അവളുടെ പേര് ഡെയ്ൻ എന്നാണ്. അതുപോലെ തന്റെ മുത്തശ്ശൻ ഒരു മാത്തമാറ്റീഷ്യൻ ആണ്. കൂടാതെ ആ ഒരു അമിക്കബിൾ നമ്പറുകളുണ്ടല്ലോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തതും അവളുടെ മുത്തശ്ശൻ. എന്നിട്ടാണ് ആ മാലയിൽ ഒരു മാല കൊടുക്കുമ്പോഴത്തേക്കും നിന്നെ ജീവിതത്തിൽ അത്രയും വിശ്വസിക്കുന്ന യഥാർത്ഥ സ്നേഹം നീ ആരിലാണോ കാണുന്നത് അവർക്ക് 220 എന്ന് അടയാളപ്പെടുത്തി ഈ ഒരു മാല നീ കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കാണ് ഡെയ്ൻ തന്റെ കുട്ടിക്കാലത്തെ സുഹൃത്തായിട്ടുള്ള ക്ലിയോയ്ക്ക് ആ ഒരു മാല ഇട്ടു കൊടുക്കുന്നത്. അപ്പൊ ക്ലിയോയും ഡെയ്നും കുട്ടിക്കാലം മുതൽ തന്നെ നല്ല സുഹൃത്തുക്കളാണ്. സ്കൂള്, കോളേജ് ഇങ്ങനെയെല്ലാം അവർ ഒരുമിച്ച് തന്നെയാണ് പഠിച്ചു വന്നത്. കൂടാതെ ക്ലിയോയുടെ ബോയ്ഫ്രണ്ടിനോട് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞിരുന്നല്ലോ ക്ലിയോയ്ക്ക് ഒരു അനസ്തെസ്റ്റ് ആവണമെന്ന്. അപ്പൊ ക്ലിയോയും ഡെയ്നും അതേ കോഴ്സ് തന്നെയാണ് എടുത്ത് പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതറിയാവുന്നത് കൊണ്ടാണ് ഡെയ്ൻ ആ ഒരു അനസ്തേഷ്യ ഡ്രഗ് കൊടുത്ത് ആ അനസ്തേഷ്യ കൊടുത്ത് ഓരോരുത്തരായിട്ട് കൊന്നത്. അതുമല്ല, ഗ്രീക്കില് ഈ ഫ്രണ്ട്സിനെ ഈ അമിക്കബിൾ നമ്പർ വെച്ച് സൂചിപ്പിക്കുന്നത് പോലെ അതർ മീ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയ്നും ക്ലിയോയെ അതാണ് പറയുന്നത്. ഇപ്പൊ കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന ഫ്രണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ മരണപ്പെട്ടു എന്നറിയുമ്പോൾ ഡെയ്ൻ അതൊരിക്കലും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ താമസിക്കാൻ കഴിയാതെ കുറെ വർഷം അവൾ ഇവിടെ നിന്നും ഗ്രീസിൽ പോയായിരുന്നു താമസിച്ചിരുന്നത്. അതുമല്ല, കോടതിയിലെ കേസ് ക്ലിയോയ്ക്ക് ബാധകമായിട്ട് വരുമെന്നാണ് അവൾ വിശ്വസിച്ചത്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല. അതിൽ ഇത്രയും ചതി നടന്നതുകൊണ്ട് തന്നെ തന്റെ സുഹൃത്തിന് കിട്ടേണ്ട ആ ഒരു നീതി അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡെയ്ൻ തന്നെ ഈ കേസിലെ
ചതി കാണിച്ചല്ലോ. അവരെല്ലാവരും തേടി പിടിച്ച് അവൾ കൊല്ലാൻ തുടങ്ങിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേൾക്കുന്നത് ഹീറോ ചോദിക്കും, അല്ല നിങ്ങൾക്ക് ഇത്രയും ചെയ്തിട്ടും ഒരു കുറ്റബോധം ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എനിക്കൊരു കുറ്റബോധവും ഇല്ല, ഞാൻ ചെയ്തതെല്ലാം കറക്റ്റ് ആണ്. അപ്പോഴേക്ക് ഇത് കേട്ട ഹീറോ പറയും, പക്ഷേ എനിക്ക് നിന്റെ അത്രയും ധൈര്യമില്ല എന്നും പറഞ്ഞ് അവന്റെ അച്ഛന് സംഭവിച്ച ആ ഒരു ആക്സിഡന്റ് ഉണ്ടല്ലോ അതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട്, കാരണം ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അവന്റെ അച്ഛൻ ആ ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ കാരണക്കാരനായിട്ടില്ല ആ ഒരാളെ ഒന്നും ചെയ്യാനായിട്ട് അവനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതും പറഞ്ഞിട്ടാണ് ഹീറോ അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ഹീറോ പോകുന്നത് അവന്റെ അച്ഛന്റെ അടുത്തേക്ക്. അതുപോലെ തന്റെ ഇത്രയും കാലം ഇതേ അവസ്ഥയിൽ തന്നെയാണ് ജീവിച്ചത്, ഇനിയും അങ്ങനെ ജീവിച്ച് നരയിക്കേണ്ട ആ ഒരു ലൈഫ് സപ്പോർട്ട് അത് അവന്റെ അച്ഛനടുത്ത് നിന്ന് എടുക്കാനായിട്ട് ഡോക്ടറിനോട് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു നേഴ്സാണ് നമ്മുടെ ഹീറോയെ സമാധാനിപ്പിക്കുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് കുറെ നാളുകൾക്ക് ശേഷം ഹീറോയ്ക്ക് ഒരു ലെറ്റർ വരുന്നു. ഇപ്പൊ അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് അതേപോലെ തന്നെ ആ ഒരു അമിക്കബിൾ നമ്പറുകളുണ്ടല്ലോ അതിന്റെ മറ്റൊരു പേരായിട്ടുള്ള 1184 1210 അതിൽ 1210 എന്നുള്ള ആ ഒരു മാലയാണ് ഇപ്പോൾ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അതുമല്ല ഹീറോയുടെ വീട്ടിൽ തന്നെ ക്ലിയോന്റെയും ഡെയിനിന്റെയും കുട്ടിക്കാലത്തെ ഫോട്ടോ ഇരിപ്പുണ്ട്. അതിലേക്ക് ഹീറോ ആ ഒരു മാല എടുത്ത് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡെയിൻ ആണ് ഹീറോയ്ക്ക് ഈ ഒരു മാല അയച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഡെയിൻ ചെയ്ത ആ ഒരു കൊലകളെല്ലാം അവൾ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെന്നാണ് ഹീറോ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പെൻഡന്റ് ഹീറോ വാങ്ങിയിട്ട് ഡെയിനിന്റെ ഫ്രണ്ട് ആയിട്ട് മാറിയെന്നും കാണിച്ചാണ് ഈ മൂവി ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടപ്പെട്ടു എന്നെന്തായാലും കമന്റ് ചെയ്തേക്കുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.